അസ്സലാമലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ബോട്ടിൽ ആർട്ടിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പം ഒന്നല്ല 2 ബോട്ടിൽ ആർട്ടാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതെങ്ങനെ ചെയ്തെടുക്കാൻ നോക്കാം. കീപ് വാച്ചിങ്. ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ചീപ്പ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ ചെയ്യുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇതിനൊരു ബേസ് കോട്ടിങ് ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്കൈ ബ്ലൂവും അതുപോലെ ഗ്രേ കളറുള്ള അക്രിലിക് പെയിൻറ്റും കൂടെ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു കളർ തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു 2-3 കോട്ടിങ് തന്നെ ബോട്ടിൽ ചെയ്തെടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഇത് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമുക്ക് നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ ഈ കോട്ടിങ് നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഷെയ്ഡിങ്ങിലാണ് ഈ ബോട്ടിൽ പെയിൻറ്റിങ് കഴിഞ്ഞ് വന്നപ്പോൾ വന്നിട്ടുള്ളത്. പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ കോംബ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് ഡിസൈൻസ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് നമ്മുടെ നോർമലായിട്ടുള്ള ഈ ഒരു കോംബ് വെച്ചിട്ട് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം. ആദ്യം ഞാൻ ഒരു 3 അക്രിലിക് കളർ ഇതിലൊന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതാ ഈ ഒരു ചീപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഫെതേഴ്സ് ലുക്ക് തരുന്ന ഒരു പെയിൻറ്റിങ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ ബ്രഷോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ സാധാ നമ്മുടെ ചീപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആർട്ട് ഫോമാണ്, നല്ലൊരു മെത്തേഡാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു സിമ്പിളായിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുക്കാം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക, എങ്കിലേ ഞാനിടുന്ന നെക്സ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മുടെ അത് അടിപൊളിയായിട്ടുള്ളൊരു ബോട്ടിൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു അടിപൊളി ലുക്ക് തന്നെ ആയിരിക്കും. നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള മറ്റൊരു ബോട്ടിൽ ആർട്ടാണ്. ഇതിന് നമുക്ക് വലിയ പെയിൻറ്റ് ബ്രഷിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇതുപോലെ നമ്മുടെ കൈ യൂസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡിസൈൻസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ നമ്മുടെ കൈ തന്നെ യൂസ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബേസായിട്ട് ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അക്രിലിക് പെയിൻറ്റ് തന്നെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് കളർ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്തെടുത്തിട്ടുണ്ട് ബേസായിട്ട്. ഇനി നമുക്കിതിൽ ഡിസൈൻസ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ 2 കളേഴ്സ് എടുത്തതിന് ശേഷം രണ്ടിലും കൂടെ നമ്മൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് ചെറിയ പെറ്റൽസ് വെച്ചിട്ട് നമുക്ക് ഫ്ലവേഴ്സ് ചെയ്തെടുക്കാം. അപ്പം നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കൈ കൊണ്ട് നമ്മുടെ കൈ യൂസ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ്, നമ്മുടെ പെയിൻറ്റിങ് ബ്രഷൊന്നും യൂസ് ചെയ്യാതെ തന്നെ. ഫൈനലി ഞാൻ ചെറിയൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇതൊരു ഫൈനൽ ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ലീഫും കാര്യങ്ങളൊക്കെ ബ്രഷ് കൊണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ബ്രഷിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇയർബഡ്സ് യൂസ് ചെയ്തിട്ട് ഈ ലീഫൊക്കെ ചെയ്തെടുക്കാൻ പറ്റും.
ഫുൾ പണി കഴിഞ്ഞ് നല്ല കിടിലനായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ് ആണെന്നൊന്നും പെട്ടെന്ന് കാണുമ്പോൾ തോന്നില്ല. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അവിടെ ഫോളോ ചെയ്യുക. അവിടെ ഞാൻ ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാറുണ്ട്. അപ്പം നമുക്ക് അടുത്ത നല്ല അടിപൊളി വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.